വിശുദ്ധ കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാളിന് ഒരുക്കമായിട്ടുള്ള ഈ 5 ദിവസത്തെ വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ എന്ന ഈ ധ്യാനം വലിയ അഭിഷേകത്തിൻ്റെയും വിടുതലിൻ്റെയും സൗഖ്യത്തിൻ്റെയും ദിനങ്ങളായി മാറും. പൈശാചിക പീഡകളിൽ നിന്നും തിന്മയുടെ സ്വാധീനങ്ങളിൽ നിന്നും വിശുദ്ധ കുരിശ് നമുക്ക് വിടുതൽ നൽകുന്നു. വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ. ഈശോയിൽ സ്നേഹമുള്ളവരെ, വിശുദ്ധ കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാളിനോട് അനുബന്ധിച്ചുള്ള 5 ദിവസത്തെ വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ എന്ന ധ്യാനം ഇന്ന് ഈ തിരുനാൾ ദിവസം സമാപന ദിവസത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. സ്നേഹമുള്ളവരെ, വിശുദ്ധ കുരിശിൻ്റെ ശക്തിയെക്കുറിച്ചും വിശുദ്ധ കുരിശിൻ്റെ അടയാളത്തിൽ സംഭവിക്കുന്ന അത്ഭുതങ്ങളെക്കുറിച്ചും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ധ്യാനിക്കുകയായിരുന്നു. ആദ്യ ദിവസം വിശുദ്ധ കുരിശിലൂടെയുള്ള രക്ഷ, വിശുദ്ധ കുരിശിലാണ് രക്ഷ, ഈ വിഷയത്തെക്കുറിച്ച് നമ്മൾ ധ്യാനിച്ചു. വലിയ കൃപയും അഭിഷേകവും നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. രണ്ടാമത്തെ ദിവസം വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ സൗഖ്യമുള്ളവരായി നമുക്ക് മാറാം. അത്ഭുതകരമായിട്ടുള്ള രോഗസൗഖ്യങ്ങൾ വിശുദ്ധ കുരിശിൻ്റെ അടയാളത്തിലും വിശുദ്ധ കുരിശ് ഉപയോഗിച്ചുള്ള പ്രാർത്ഥനയിലും സംഭവിക്കുന്നു. അതാണ് നമ്മൾ 2-ാം ദിവസം ധ്യാനിച്ചത്. 3-ാമത്തെ ദിവസം വിശുദ്ധ കുരിശിൻ്റെ അടയാളത്തിൽ പൈശാചിക പീഡകളുടെ മേൽ നമുക്ക് വിജയം നേടാൻ സാധിക്കും. വിശുദ്ധ കുരിശിൻ്റെ അടയാളത്തിൽ നമുക്ക് പിശാചിനെ നമ്മുടെ കുടുംബത്തിൽ നിന്നും വ്യക്തി ജീവിതത്തിൽ നിന്നും നമുക്ക് ഓടിക്കാൻ സാധിക്കും എന്നുള്ള കാര്യമാണ് നമ്മൾ കണ്ടത്. തുടർന്ന് 4-ാം ദിവസത്തെ ധ്യാനത്തിൽ നമ്മൾ കണ്ടത് വിശുദ്ധ കുരിശിൻ്റെ ശക്തി, കുരിശടയാളത്തിൻ്റെ ശക്തി വിശുദ്ധമായൊരു ജീവിതം നയിക്കുവാൻ, വിശുദ്ധിയിൽ മുന്നേറാൻ നമ്മളെ സഹായിക്കും. സ്നേഹമുള്ളവർ, ഈ കഴിഞ്ഞ 4 ദിവസങ്ങളിൽ കർത്താവിൻ്റെ കുരിശിൻ്റെ അടയാളത്താലും വിശുദ്ധ കുരിശിൻ്റെ ശക്തിയാലും നമ്മുടെ ജീവിതങ്ങളും കുടുംബങ്ങളും അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട്. ഈ 4 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങളിൽ പലർക്കും സൗഖ്യവും അഭിഷേകവും വിടുതലും ലഭിച്ചിട്ടുണ്ട്. വിശുദ്ധ കുരിശിൻ്റെ അടയാളത്തിൻ്റെ ശക്തിയിലും നാമത്തിലും നമുക്ക് ഈ 5-ാം ദിവസം, ഈ തിരുനാൾ ദിവസം വിശുദ്ധ കുരിശിൻ്റെ ശക്തി നമ്മളിലേക്ക് ശക്തമായി കടന്നു വരുന്ന ദിവസം. വിശുദ്ധ കുരിശ് പ്രത്യാശയുടെ അടയാളമാണ്. വിശുദ്ധ കുരിശ് നിരാശയുടെ അടയാളമല്ല, പ്രത്യാശയുടെ അടയാളമാണ്. അതിനെക്കുറിച്ചാണ് നമ്മൾ ധ്യാനിക്കുന്നത്. ഈ ധ്യാനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതിന് മുമ്പായി വിശുദ്ധ കുരിശിൻ്റെ അടയാളം വിശ്വാസത്തോടും ഭക്തിയോടും കൂടെ വിശുദ്ധ കുരിശിൻ്റെ പ്രാർത്ഥന ചൊല്ലി നമുക്ക് ഈ ധ്യാനത്തിലേക്ക് പ്രവേശിക്കാം. വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക, ഞങ്ങളുടെ തമ്പുരാനെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സ്നേഹമുള്ളവരെ, കൊളോസോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ 1-ാം അധ്യായം 20-ാം തിരുവചനത്തിൽ പൗലോസ്ലീഹ ഇപ്രകാരം പഠിപ്പിക്കുന്നു: സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ വസ്തുക്കളെയും അവനിലൂടെ അവിടുന്ന് തന്നോട് അനുരഞ്ജിപ്പിക്കുകയും അവൻ കുരിശിൽ ചിന്തിയ രക്തം വഴി സമാധാനം സ്ഥാപിക്കുകയും ചെയ്തു. പൗലോസ്ലീഹ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, യേശു ക്രിസ്തുവിൻ്റെ കുരിശുമരണത്തിലൂടെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചത്, മനുഷ്യവർഗത്തിൻ്റെ മേൽ സംഭവിച്ചത് വലിയ അനുഗ്രഹമാണ്, സമാധാനമാണ്, അനുരഞ്ജനമാണ്, വലിയ പ്രത്യാശയാണ് നമുക്ക് ഇതിലൂടെ ലഭിക്കുന്നത്. യേശുവിൻ്റെ കുരിശ് ദുഃഖത്തിൻ്റെയോ നിരാശയുടെയോ അടയാളമല്ല, ഭയത്തിൻ്റെ അടയാളമല്ല. യേശുവിൻ്റെ കുരിശ് വിജയത്തിൻ്റെയും പ്രത്യാശയുടെയും അടയാളമാണ്. കാരണം ക്രിസ്തുവിൻ്റെ കുരിശ് പിശാചിനെയും തിന്മയെയും കീഴടക്കി വിജയം വരിച്ചതാണ്. സ്നേഹമുള്ളവരെ, വിശുദ്ധ കുരിശ് പ്രത്യാശയുടെ അടയാളമാണ്. വിശുദ്ധ കുരിശിലേക്ക് നോക്കി പ്രാർത്ഥിക്കുമ്പോൾ, വിശുദ്ധ കുരിശിൻ്റെ അടയാളത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ നമ്മളിലേക്ക് പ്രത്യാശ കടന്നു വരും. വലിയ പ്രത്യാശ, എല്ലാ നിരാശയും എടുത്തു മാറ്റി വലിയ പ്രത്യാശ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. വർഷങ്ങൾക്ക് മുമ്പ് 2000-ാം ആണ്ടിൽ ജൂബിലി ആഘോഷിക്കുമ്പോൾ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയെ സ്വാധീനിച്ച ധ്യാന ചിന്തകൾ നൽകിയ കർദിനാൾ വാൻതോൻ അദ്ദേഹത്തിൻ്റെ
വളരെ പ്രശസ്തമായ പുസ്തകമുണ്ട്. ഈ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയെ സ്വാധീനിച്ച ആ ധ്യാനം, അതിൻ്റെ വാർഷിക ധ്യാനം ഒരു പുസ്തക രൂപത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. ആ പുസ്തകത്തിൻ്റെ പേര് പ്രത്യാശയുടെ സാക്ഷ്യം എന്നാണ്. പ്രത്യാശയുടെ സാക്ഷ്യം എന്ന ആ പുസ്തകം വളരെ മനോഹരമായൊരു പുസ്തകമാണ്. വളരെയധികം കോപ്പികൾ വിറ്റഴിഞ്ഞു പോയിട്ടുള്ള വളരെ മനോഹരമായ ഒരു പുസ്തകമാണ്. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയെ വളരെയധികം സ്വാധീനിച്ച ധ്യാന ചിന്തകളാണ് ആ പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്നത്. ആ പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്ന ധ്യാന ചിന്തകൾ കാർഡിനൽ വാൻത്വാൻ നൽകുന്ന ആത്മീയ ചിന്തകളാണ്. സ്നേഹമുള്ളവരെ, അദ്ദേഹം വിയറ്റ്നാമിൽ 13 വർഷത്തിലധികം ജയിലിൽ കിടന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഒരു ബിഷപ്പായതിനു ശേഷം അദ്ദേഹം 13 വർഷത്തോളം ജയിലിൽ കിടന്ന വ്യക്തിയാണ്. ജയിലിലെ കഠിനമായിട്ടുള്ള പീഡനങ്ങളിലൂടെ അദ്ദേഹം കടന്നുപോയി. യേശുവിലുള്ള അദ്ദേഹത്തിൻ്റെ വിശ്വാസവും യേശുവിലുള്ള വിശ്വാസം മറ്റുള്ളവർക്ക് പകർന്നു നൽകുന്നതും അതാണ് അദ്ദേഹം ജയിലിൽ കിടക്കുന്നതിന് കാരണമായി തീരുന്നത്. അന്ന് വിയറ്റ്നാം ഭരിച്ചിരുന്ന ഭരണകൂടം അവിടെ മതസ്വാതന്ത്ര്യം അനുവദിച്ചിരുന്നില്ല. അതുകൊണ്ട് ഈ വാൻത്വാൻ അദ്ദേഹം ജയിലിലാവുകയാണ്. 13 വർഷത്തോളം ജയിലിൽ കിടന്നു. അദ്ദേഹത്തിൻ്റെ മനോഹരമായ ഒരു വാചകം ഇപ്രകാരമാണ്. അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ അദ്ദേഹം എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്: കുരിശിലേക്ക് നോക്കൂ, നിങ്ങളെ അലട്ടുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും നിങ്ങൾ പരിഹാരം കണ്ടെത്തും. സ്നേഹമുള്ളവരെ, സന്തോഷത്തോടെ സമാധാനത്തോടെ ഇരിക്കുമ്പോഴല്ല അദ്ദേഹം എഴുതുന്നത്. അദ്ദേഹം ജയിലിൽ കിടക്കുമ്പോൾ, കഠിനമായ പീഡനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അദ്ദേഹം പറയുകയാണ്, കുരിശിലേക്ക് നോക്കൂ, നിങ്ങൾ അലട്ടുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും കുരിശിൽ നിന്ന് നിങ്ങൾക്ക് പരിഹാരം ലഭിക്കും. സ്നേഹമുള്ളവർ, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച വളരെ ഹൃദയസ്പർശിയായ ഒരു സംഭവം, അദ്ദേഹം ഈ 13 വർഷങ്ങൾ ജയിലിൽ കഴിയുമ്പോൾ അവിടെ ഒന്നിനും സ്വാതന്ത്ര്യമില്ലാത്ത ഒരവസ്ഥയാണ്. എല്ലാ ദിവസവും കഠിനമായ ജോലികൾ ചെയ്യണം. ഒരു ദിവസം ശക്തമായിട്ട് മഴ പെയ്യുന്നൊരു ദിവസമാണ്. അന്ന് അദ്ദേഹത്തിന് കിട്ടിയ ജോലി മരം വെട്ടാൻ പോവുക എന്നുള്ളതായിരുന്നു. അപ്പോൾ അങ്ങനെ അദ്ദേഹം മഴയത്ത് മരം വെട്ടിക്കൊണ്ടിരിക്കുന്ന സമയം അദ്ദേഹത്തിന് ശക്തമായൊരു ആഗ്രഹം, ഈ വെട്ടുന്ന മരത്തിൽ നിന്ന് ഒരു ചെറിയൊരു മരക്കഷണം, ഒരു കുരിശടയാളത്തിൻ്റെ രൂപത്തിൽ ഒരു ചെറിയ മരക്കഷണം വെട്ടിയെടുക്കണം. അപ്പോൾ അന്നത്തെ ഗവൺമെൻറ് ജയിലിൽ അതൊന്നും സമ്മതിച്ചിട്ടില്ല. ഒരു തരത്തിലുള്ള മതചിഹ്നവും തടവറയിൽ ഉപയോഗിക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നത് കണ്ടാൽ അവിടെയുള്ള കാവൽക്കാർ അതിൽ നിന്ന് തടയും, അല്ലെങ്കിൽ ശിക്ഷിക്കും. പക്ഷേ ഈ ബിഷപ്പ് ജയിലിൽ കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ മാന്യമായ പെരുമാറ്റവും അദ്ദേഹത്തിൻ്റെ നല്ല സ്വഭാവവും സ്നേഹവും അവിടെയുള്ള കാവൽക്കാരെയെല്ലാം വളരെയധികം ആകർഷിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അവർ പല കാര്യങ്ങൾക്കും അദ്ദേഹത്തിന് വിട്ടുവീഴ്ച കൊടുത്തിരുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നിരുന്ന കാവൽക്കാരനോട് ചോദിച്ചു, ഞാൻ കുരിശാകൃതിയിൽ ഒരു മരക്കഷണം വെട്ടിയെടുത്തോട്ടെ? അപ്പോൾ ആ കാവൽക്കാരൻ പറഞ്ഞു, ഇല്ല, ജയിലിനകത്ത് അങ്ങനെയുള്ള ഒരു മതചിഹ്നവും ഉപയോഗിക്കാൻ പറ്റുകയില്ല. അത് നിങ്ങൾ ഉപയോഗിക്കുന്ന അറിഞ്ഞാൽ എനിക്ക് അപകടമാണ്. അപ്പോൾ ഈ കർദിനാൾ അദ്ദേഹത്തോട് പറഞ്ഞു, നിനക്കൊരു ഉപദ്രവം വരാതെ, ഒരു അപകടം സംഭവിക്കാതെ ഞാൻ വളരെ രഹസ്യത്തിൽ സൂക്ഷിച്ചു കൊള്ളാം എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ആദ്യം സമ്മതിച്ചില്ല. അപ്പോൾ അദ്ദേഹം ഈ വാൻത്വാൻ കാവൽക്കാരനോട് പറഞ്ഞു, നിങ്ങൾ കുറച്ച് സമയം മാറി നിൽക്കുകയോ കണ്ണടച്ചു നിൽക്കുകയോ ചെയ്യൂ, ഞാൻ ആ സമയം ഒരു ചെറിയ മരക്കഷണം കുരിശിൻ്റെ ആകൃതിയിൽ വെട്ടിയെടുക്കാം. അദ്ദേഹം അവിടെ നിന്ന് കുറച്ചു നേരം മാറി നിന്നു. ആ സമയം ഈ കർദിനാൾ അദ്ദേഹം ഒരു ചെറിയ മരക്കഷണം കുരിശിൻ്റെ ആകൃതിയിൽ വെട്ടിയെടുത്തു. അതിനുശേഷം ആ തടവറയിൽ ആരും കാണാതെ ഇത് സൂക്ഷിച്ചു വയ്ക്കുക വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അദ്ദേഹം ഒരു സോപ്പ് പെട്ടിയിൽ ഈ ചെറിയ കുരിശടയാളം അദ്ദേഹം ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചു. ഈ കുരിശിൻ്റെ ആകൃതിയിലുള്ള മരം വെട്ടിയെടുത്ത് അദ്ദേഹം സൂക്ഷിച്ചു വെച്ചു. പിന്നീട് അദ്ദേഹത്തിന് വലിയൊരു ആഗ്രഹമായിരുന്നു, ഈ കുരിശ് ഒരു മാലയുണ്ടാക്കി മാലയിൽ ഈ കുരിശിട്ട് കഴുത്തിൽ അണിയണം. ഈ ജയിലിൽ തടവറയിൽ കഠിനമായ യാതനകളിലൂടെ കടന്നു പോകുമ്പോൾ അതൊരു വലിയ പ്രത്യാശ നൽകും, വലിയൊരു ആശ്വാസം നൽകും. പക്ഷേ അവിടെ ആരും ഒരു ചെയിനോ അങ്ങനെ കഴുത്തിൽ തൂക്കിയിടാൻ പറ്റുന്ന ഒന്നും നൽകുകയില്ല. അങ്ങനെ അദ്ദേഹം ഇങ്ങനെ ആലോചിച്ചു കൊണ്ടിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലിങ്ങനെ ഒരു ആശയം തോന്നി. അദ്ദേഹം വേറൊരാളുടെ അടുത്ത് തൻ്റെ സ്നേഹത്തോടെയുള്ള സംഭാഷണത്തിലൂടെ സ്വാധീനിച്ച് ഒരു ചെറിയ ഇലക്ട്രിക്കൽ വയറ് അദ്ദേഹം സംഘടിപ്പിച്ചു.
ആദ്യം അദ്ദേഹം വയറ് കൊടുക്കുകയില്ലായിരുന്നു. കാരണം ഈ വയറ് കൊണ്ട് എങ്ങാനും ജയിലിനകത്ത് ആരെങ്കിലും ആത്മഹത്യ ചെയ്താൽ അത് വലിയ പ്രശ്നമാകും. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഉറപ്പിലും വാക്കിലൊക്കെ വിശ്വസിച്ച് അദ്ദേഹത്തിന് ഒരു ചെറിയ വയറ് കഷ്ണം കിട്ടി. അദ്ദേഹം ആ വയറ് കഷ്ണത്തിൻ്റെ അകത്തു നിന്ന് ചെമ്പ് കമ്പികൾ പുറത്തേക്കെടുത്തു. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തായിട്ടുള്ള കാവൽക്കാരൻ്റെ സഹായത്താൽ ഒരു ചെറിയ ചവണ സംഘടിപ്പിച്ച് ആ ചെമ്പ് കമ്പികൾ മുറിച്ച് അത് വട്ടം വട്ടം ആകൃതിയിലാക്കി അത് കോർത്ത് അദ്ദേഹം ഒരു മാല പോലെയാക്കി. അങ്ങനെ ആ മാലയുടെ അറ്റത്ത് നേരത്തെ വെട്ടിവെച്ച ആ കുരിശ്, മരത്തിൻ്റെ ആകൃതിയിലുള്ള ആ കുരിശടയാളം ആ മാലയിൽ അദ്ദേഹം ഇട്ടിട്ട് ആ മാലയണിഞ്ഞ് അദ്ദേഹം ജയിലിൽ കിടക്കുമായിരുന്നു. ഈ കർദിനാളിൻ്റെ വലിയൊരു സ്വപ്നമായിരുന്നു, വലിയൊരു ആഗ്രഹമായിരുന്നു. കാരണം ദുഃഖത്തിൻ്റെയും വേദനകളുടെയും പീഡനങ്ങളുടെയും ഇടയിൽ കിടക്കുമ്പോൾ കുരിശ് നൽകുന്നത് പ്രത്യാശയാണ്. സങ്കടമല്ല, ഭയമല്ല, നിരാശയല്ല, കുരിശ് നൽകുന്നത് പ്രത്യാശയാണ്. കർദിനാൾ വാൻത്വാൻ അദ്ദേഹത്തിൻ്റെ പ്രത്യാശയുടെ സാക്ഷ്യം എന്ന പുസ്തകത്തിൽ അദ്ദേഹം പറയുകയാണ്, ഞാൻ കഴുത്തിലണിഞ്ഞിരുന്ന ആ മാലയും ആ മാലയിലുണ്ടായിരുന്ന കുരിശും എൻ്റെ തടവറ ജീവിതത്തിലെ പീഡനങ്ങൾക്കിടയിൽ എനിക്ക് വലിയ പ്രത്യാശയായി നിന്നിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ നിരാശ മാറിപ്പോകുവാനും എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്ന പല ദുഃഖങ്ങളെ അതിജീവിക്കുവാനും ആ കുരിശടയാളം എന്നെ സഹായിച്ചുവെന്ന്. സ്നേഹമുള്ളവരെ, അതുകൊണ്ടാണ് അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നത്, ഏത് ജീവിതത്തിലെ ഏത് പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോഴും പ്രശ്നങ്ങളിലൂടെയും കടന്നു പോകുമ്പോഴും നിങ്ങൾ കുരിശിലേക്ക് നോക്കൂ. കുരിശ് നിങ്ങളുടെ ജീവിതത്തിലുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകുമെന്ന് അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് അദ്ദേഹം കുറിച്ചു വച്ചിരിക്കുകയാണ്. സ്നേഹമുള്ളവരെ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പലവിധത്തിലുള്ള പ്രതിസന്ധികളുണ്ടാകാം, പ്രശ്നങ്ങളുണ്ടാകാം, നിരാശ ജനിപ്പിക്കുന്ന അനുഭവങ്ങളുണ്ടാകാം. കുരിശിൽ ആശ്രയിച്ചാൽ, കുരിശിൻ്റെ ശക്തിയാൽ പ്രാർത്ഥിച്ചാൽ, കുരിശിൻ്റെ അടയാളത്തിൽ പ്രാർത്ഥിച്ചാൽ നമുക്ക് പ്രത്യാശ ലഭിക്കും. കുരിശ് ഒരിക്കലും ഭയത്തിൻ്റെയോ നിരാശയുടെയോ ദുഃഖത്തിൻ്റെയോ അടയാളമല്ല. കുരിശ് പ്രത്യാശയുടെ അടയാളമാണ്. നമ്മളിലുള്ള എല്ലാ നിരാശയും കുരിശ് എടുത്തു മാറ്റുക തന്നെ ചെയ്യും. നമ്മൾ ആദ്യ ദിവസം കണ്ടതുപോലെ മനുഷ്യപുത്രൻ കുരിശിലേക്ക് ഉയർത്തപ്പെടുമ്പോൾ അവനിലേക്ക് എല്ലാവരും ആകർഷിക്കപ്പെടുമെന്ന് പറഞ്ഞത് മോശ മരുഭൂമിയിൽ ഉയർത്തിയ സർപ്പത്തെ പോലെയാണെന്ന് വചനത്തിൽ നമ്മൾ വായിച്ചു. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 14-ാം തിരുവചനത്തിൽ. സ്നേഹമുള്ളവരെ, സംഖ്യയുടെ പുസ്തകത്തിൽ വായിക്കുന്ന ആ സംഭവം, അന്ന് അവരുടെ പാപം മൂലം, ഇസ്രായേൽക്കാരുടെ പാപം മൂലം ആഗ്നേയ സർപ്പങ്ങളുടെ ദംശനമേറ്റ് ഓരോരുത്തരായിട്ട് മരിക്കാൻ തുടങ്ങിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ജനങ്ങൾക്ക് നിരാശ വന്നു, സങ്കടം വന്നു. തങ്ങൾക്കിനിയൊന്നും പ്രത്യാശിക്കാനില്ല, തങ്ങൾ നശിച്ചു പോകാൻ പോവുകയാണ്, ഇനി ഒന്നിനും തങ്ങളെ രക്ഷിക്കാനാകില്ല എന്ന ചിന്ത വന്നപ്പോൾ അവർ അനുതാപത്തോടെ മോശയുടെ അരികിൽ ചെന്നു. അവർ കരഞ്ഞ് മോശയുടെ അരികിൽ ചെന്നു. മോശ ദൈവത്തോട് പ്രാർത്ഥിച്ചു. മോശ അവർക്ക് നൽകി ഒരടയാളം, ഒരു പിച്ചള സർപ്പത്തെ ഉയർത്തുക. ആ പിച്ചള സർപ്പത്തിൽ അനുതാപത്തോടുകൂടെയും ദൈവസ്നേഹത്തോടുകൂടെയുള്ള ചിന്തയോടുകൂടെ ആരൊക്കെ നോക്കുന്നു അവർക്ക് പ്രത്യാശയുണ്ട്. അവരുടെ ജീവിതം ഇവിടെ അവസാനിക്കുകയില്ല. അവർക്കും വീണ്ടും ജീവിക്കാനാകും, അവർക്ക് മരണത്തെ അതിജീവിക്കാനാകും. ആ വലിയ പ്രത്യാശയാണ് അന്ന് മരുഭൂമിയിൽ ഉയർത്തിയ പിച്ചള സർപ്പത്തിലൂടെ ദൈവം അവർക്ക് നൽകിയത്. സ്നേഹമുള്ളവരെ, കാൽവരിയിലെ കുരിശിൽ ഉയർത്തപ്പെട്ട ക്രിസ്തുവിൻ്റെ നിഴലായിരുന്നു ആ പിച്ചള സർപ്പമെന്നാണ് ആത്മീയ പിതാക്കന്മാരും ദൈവശാസ്ത്രജ്ഞന്മാരും നമ്മളെ പഠിപ്പിക്കുന്നത്. കാൽവരിയിലെ കുരിശിൽ ഉയർത്തപ്പെട്ട ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ വിശുദ്ധ കുരിശിൻ്റെ ആ കുരിശിൻ്റെ ഒരു നിഴലായിരുന്നു ഈ പിത്തള സർപ്പം. അതെ, തങ്ങളുടെ ജീവിതം തീർന്നു, ഞങ്ങളുടെ ജീവിതത്തിൽ ഇനി പ്രത്യാശിക്കാൻ ഒന്നുമില്ല എന്ന് ചിന്തിച്ച സമയം വലിയൊരു പ്രത്യാശയായി പിത്തള സർപ്പം ഒരടയാളമായി ദൈവം നൽകിയതുപോലെ കാൽവരിയിൽ കുരിശിൽ മരിച്ച ക്രിസ്തു വലിയ പ്രത്യാശയുടെ അടയാളമാണ്. ആ പ്രത്യാശയിലേക്ക് നോക്കുന്നവർക്ക് ഈ ലോകത്തിലുള്ള ഏത് പാപത്തെയും, ഏത് മരണത്തെയും, ഏത് നിരാശയെയും, ഏത് ദുഃഖത്തെയും, ഏത് പ്രതിസന്ധിയെയും അതിജീവിക്കാൻ സാധിക്കും. അതാണ് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നത്, ആത്മീയ പിതാക്കന്മാർ നമ്മളെ പഠിപ്പിക്കുന്നത്. സ്നേഹമുള്ളവരെ, വിശുദ്ധ കുരിശ് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ, അനുദിന ജീവിതത്തിൽ നമുക്ക് പ്രത്യാശ നൽകുന്നതായി മാറും. അത് വലിയ സത്യമാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പല പ്രതിസന്ധികളിലൂടെയും ഒറ്റപ്പെടലുകളിലൂടെയും തെറ്റിദ്ധാരണകളിലൂടെയും ഒക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ,
ചെയ്യാത്ത തെറ്റിന് നമ്മൾ ശിക്ഷിക്കപ്പെടുമ്പോൾ, പല വിധത്തിലുള്ള പ്രതിസന്ധികൾ നമ്മളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ, പ്രിയപ്പെട്ടവർ നമ്മുടെ ശത്രുക്കളായി മാറുമ്പോൾ, നമ്മുടെ മനസ്സ് കലുഷിതമാകുമ്പോൾ, നമുക്കൊരു സ്ഥലത്തു നിന്നും ആശ്വാസം ലഭിക്കാതെ ഇരിക്കുമ്പോൾ, നമ്മൾ കുരിശിൻ്റെ അരികിലേക്കൊന്ന് വന്നാൽ, നമ്മൾ ആ ക്രൂശിതനിലൊന്ന് മുറുകെ പിടിച്ചാൽ, കുരിശിലൊന്ന് മുറുകെ പിടിച്ചാൽ, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ മനസ്സിൽ പ്രത്യാശ കടന്നു വരും. നമ്മുടെ ഉള്ളിലുള്ള നിരാശ വിട്ടുപോകും, നമ്മുടെ ഉള്ളിലുള്ള സങ്കടങ്ങൾ വിട്ടുപോകും. വലിയ അഭിഷേകത്തിലേക്ക്, പ്രത്യാശയിലേക്ക് നമ്മൾ കടന്നു വരിക തന്നെ ചെയ്യും. അതുകൊണ്ടാണ് ആത്മീയ പിതാക്കന്മാർ നമ്മളെ പഠിപ്പിക്കുന്നത്, വിശുദ്ധ കുരിശ് പ്രത്യാശയുടെ അടയാളമാണ്. കുരിശിൻ്റെ അടയാളത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രത്യാശ വന്ന് നിറയും. ക്രൂശിതനെ നോക്കി പ്രാർത്ഥിക്കുമ്പോൾ നമ്മളിലുള്ള നിരാശ വിട്ടുപോകും. വലിയ ദൈവാനുഭവത്തിലേക്ക് നമ്മൾ കടന്നു വരും. വർഷങ്ങൾക്ക് മുമ്പ് തമിഴ്നാട്ടിൽ ഒരു ധ്യാനം നടത്തുവാൻ പോയത് ഓർക്കുകയാണ്. തഞ്ചാവൂരാണ് സ്ഥലം. അവിടെ ഒരു തമിഴ് കൺവെൻഷന് വേണ്ടി പോയതാണ്. ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ നിന്നും പോയതാണ്. ആ തഞ്ചാവൂർ രൂപത ഒരുക്കിയ ഒരു ധ്യാനമായിരുന്നു. ഒത്തിരിയേറെ ആളുകൾ ആ കൺവെൻഷനിൽ പങ്കെടുക്കുന്നുണ്ട്. സ്നേഹമുള്ളവരെ, അങ്ങനെ ഒന്നാമത്തെ ദിവസം ഒരു ആരാധന നടക്കുന്നു. ആരാധനയുടെ സമയത്ത് അവിടെ വന്നിട്ടുള്ള രോഗികൾക്കും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ആ സമയത്ത് കുരിശടയാളം വരച്ച് ഒരു ബന്ധന പ്രാർത്ഥന ചൊല്ലി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. ആ സമയം ആ സമൂഹത്തിൽ പലർക്കും വിടുതലും സൗഖ്യവും ഒക്കെ ലഭിച്ചിരുന്നു. അന്ന് ആ ആരാധനയൊക്കെ കഴിഞ്ഞപ്പോൾ ആ ധ്യാനത്തിൽ സംബന്ധിച്ചിരുന്ന ഒരു അപ്പച്ചൻ അവിടെ നിന്ന് ഓടി വന്ന ഞങ്ങളുടെ ടീമംഗങ്ങളോട്, തമിഴ് നന്നായിട്ട് അറിയാവുന്ന ടീമംഗങ്ങളോടും അവിടുത്തെ അച്ഛന്മാരോടും സംസാരിച്ചു. ആ വ്യക്തിക്ക് വലിയൊരു അഭിഷേകം ലഭിച്ചു, വലിയൊരു വിടുതൽ ലഭിച്ചു. എന്നിട്ട് അദ്ദേഹത്തിനോട് എന്താ സംഭവിച്ചതെന്ന് അവിടെ ഉണ്ടായിരുന്ന വികാരി ജനറൽ അച്ഛനും മറ്റുള്ള അച്ഛന്മാരും ചോദിച്ചു. അപ്പോൾ ആ അപ്പച്ചൻ പറഞ്ഞത്, ആ അപ്പച്ചൻ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചൊരു വ്യക്തിയായിരുന്നു. നിരാശ കൊണ്ട് ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചൊരു വ്യക്തിയായിരുന്നു. അദ്ദേഹം ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ അദ്ദേഹം ഇങ്ങനെ ചിന്തിച്ചു, ഇത്രയും അടുത്തായിട്ടൊരു ധ്യാനം നടക്കുന്നുണ്ടല്ലോ, ആ ധ്യാനത്തിൽ സംബന്ധിച്ചിട്ട് നന്നായിട്ട് ഒരുങ്ങിയിട്ട് ഒരു ആത്മഹത്യ ചെയ്യാം. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ തീരുമാനം. അങ്ങനെയാണ് അദ്ദേഹം ആ ബൈബിൾ കൺവെൻഷനിൽ പങ്കെടുക്കാൻ വന്നത്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്നവർ ചോദിച്ചു അദ്ദേഹത്തോട്, എന്തിനാണ് ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ഭാര്യ ഏതാനും നാളുകൾക്ക് മുമ്പാണ് മരിച്ചു പോയത്. അപ്പോൾ അവർക്ക് ഒരു രോഗം വന്നു. ഏതാനും നാൾ ചികിത്സകൾ നൽകി. അവരുടെ ഗ്രാമത്തിലുള്ള ഒരു ആശുപത്രിയിൽ തന്നെയാണ് ചികിത്സ നൽകിയിരുന്നത്. പക്ഷേ ആ ചികിത്സ കൊണ്ട് ആ സഹോദരിക്ക് സൗഖ്യമൊന്നും കിട്ടിയില്ല. പക്ഷേ ആ സഹോദരിക്ക് വലിയ ആഗ്രഹമായിരുന്നു പട്ടണത്തിലേക്ക് പോകണം, കുറച്ചുകൂടെ സൗകര്യങ്ങളുള്ള ആശുപത്രിയിൽ ഒരു ചികിത്സ ലഭിക്കണം എന്നുള്ളൊരാഗ്രഹം ആ സഹോദരിക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആ സഹോദരി ഇങ്ങനെ ഭർത്താവിനോട് നിരന്തരം പറയുമായിരുന്നു, പട്ടണത്തിലുള്ള വേറൊരു ആശുപത്രിയിലേക്ക്, നല്ല ആശുപത്രിയിലേക്ക് എന്നെ കൊണ്ടുപോകാൻ. പക്ഷേ ഈ ഭർത്താവ് അത് കാര്യമായിട്ട് എടുത്തില്ല. ഭാര്യ പറഞ്ഞത് കാര്യമായിട്ട് എടുത്തില്ല. ആ സഹോദരിയെ അങ്ങനെ നല്ലൊരു ആശുപത്രിയിലേക്കോ പട്ടണത്തിലേക്കോ കൊണ്ടുപോയില്ല. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ആ സഹോദരി മരിച്ചുപോയി. സ്നേഹമുള്ളവർ, അത് വളരെ അപ്രതീക്ഷിതമായിരുന്നു. ഈ സഹോദരൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല അദ്ദേഹത്തിൻ്റെ ഈ ഭാര്യ ഇങ്ങനെ പെട്ടെന്ന് മരിച്ചു പോകുമെന്നും. ഭാര്യ മരിച്ചു, ശവസംസ്കാരമൊക്കെ കഴിഞ്ഞു. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞു. അദ്ദേഹം തൻ്റെ വീട്ടിൽ ഒറ്റയ്ക്കിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ചിന്ത പിശാച് കൊണ്ടുവരാൻ തുടങ്ങി. നീയാണ് നിൻ്റെ ഭാര്യയെ കൊന്നത്. നീ നിൻ്റെ ഭാര്യയ്ക്ക് നല്ല ചികിത്സ കൊടുക്കാതെ കൊണ്ടാണ് ഭാര്യ മരിച്ചു പോയത്. അവൾ നിൻ്റെ അടുത്ത്, നിൻ്റെ അരികെ എത്ര വട്ടം പറഞ്ഞതാണ് നല്ലൊരു ആശുപത്രിയിലേക്ക് അവളെ കൊണ്ടുപോകാൻ. നീ കൊണ്ടുപോകാതിരുന്നത് കൊണ്ടാണ് നിൻ്റെ ഭാര്യ മരിച്ചത്. അപ്പോൾ ഇയാളുടെ മനസ്സിൽ ഇങ്ങനെ കുറ്റബോധം നിറയാൻ തുടങ്ങി. ഇയാൾക്ക് ഭക്ഷണം കഴിക്കാൻ തോന്നുന്നില്ല, ഇയാൾക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. ഇയാളുടെ മനസ്സ് നിറയെ ദുഃഖമായി, സങ്കടമായി. ഇയാളങ്ങനെ മുമ്പോട്ട് പോവുകയാണ്. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ചിന്ത വരാൻ തുടങ്ങി. നീ കാരണമാണ് നിൻ്റെ ഭാര്യ മരിച്ചത്, നീ തന്നെയാണ് നിൻ്റെ ഭാര്യയെ കൊന്നത്, നിനക്കിനി ഭൂമിയിൽ ജീവിക്കാൻ അവകാശമില്ല. അയാൾക്ക് കടുത്ത നിരാശയായി. അയാൾക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. അയാളുടെ ജീവിതത്തിൽ ഒരു സമാധാനവുമില്ല, സന്തോഷവുമില്ല. അദ്ദേഹത്തിന് പ്രാർത്ഥിക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെ അദ്ദേഹം ദിവസങ്ങൾ കടന്നുപോയി. അവസാനം അയാൾ ഇങ്ങനെ തീരുമാനിച്ചു, ഇനി ഈ ഭൂമിയിൽ ജീവിച്ചാൽ എനിക്ക് സമാധാനം ലഭിക്കുകയില്ല. ഞാനും ആത്മഹത്യ ചെയ്ത് എൻ്റെ ഭാര്യയുടെ അരികിലേക്ക് പോവുകയാണ്.
അദ്ദേഹം തീരുമാനിച്ചു, ഞാനും ഇനി ആത്മഹത്യ ചെയ്ത് എൻ്റെ ഭാര്യയുടെ അരികിലേക്ക് പോവുകയാണ്. ഇനി ഈ ഭൂമിയിൽ ജീവിച്ചാലും എനിക്ക് സമാധാനവും സ്വസ്ഥതയും കിട്ടുകയില്ല. കടുത്ത നിരാശയിലായി ഈ മനുഷ്യൻ. അങ്ങനെ ആ നിരാശയിൽ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ച് ഇരിക്കുന്ന ദിവസങ്ങളിലാണ് അദ്ദേഹം തഞ്ചാവൂർ നടക്കുന്ന കൺവെൻഷനിൽ വന്ന് പങ്കെടുത്തത്. സ്നേഹമുള്ളവരെ, അദ്ദേഹം അവിടെ സാക്ഷ്യം പറഞ്ഞപ്പോൾ പറഞ്ഞ കാര്യം ഇതാണ്: കുരിശടയാളത്തിൽ ബന്ധന പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്നോ ഇറങ്ങിപ്പോകുന്നത് പോലെ, ഒരു കറുത്ത സാധനം ഇറങ്ങിപ്പോകുന്നത് പോലെ അദ്ദേഹം കാണുകയാണ്. അദ്ദേഹം പറഞ്ഞതാണ്, അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്ന് എന്തോ ഇറങ്ങിപ്പോകുന്ന പോലെ അനുഭവം അദ്ദേഹത്തിനുണ്ടായി. അതിനുശേഷം അദ്ദേഹത്തിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് വലിയ സമാധാനം കൊണ്ടുവന്ന് നിറച്ചു, പ്രത്യാശ കൊണ്ടുവന്ന് നിറച്ചു. അദ്ദേഹം മരിക്കണമെന്നുള്ള ചിന്ത ഒഴിവാക്കി. താൻ മരിച്ചതുകൊണ്ട് തൻ്റെ ഭാര്യയ്ക്കൊന്നും കിട്ടാനില്ല എന്നുള്ള ചിന്ത അദ്ദേഹത്തിന് വന്നു. അദ്ദേഹത്തിന് ഇനിയും ജീവിക്കണമെന്ന ചിന്ത വന്നു. അദ്ദേഹത്തിൽ പ്രത്യാശ വന്നു നിറഞ്ഞു. അദ്ദേഹം വലിയ സന്തോഷവാനായി മാറി. അദ്ദേഹം അന്ന് ആ ധ്യാനത്തിനിടയിൽ സാക്ഷ്യം പറയുകയായിരുന്നു, വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ പ്രാർത്ഥിച്ചപ്പോഴാണ് എന്നിലുണ്ടായ നിരാശ വിട്ടുപോയത്. നിരാശ വിട്ടുപോയി എന്ന് മാത്രമല്ല, ആത്മഹത്യ ചിന്ത എന്നിൽ നിന്ന് വിട്ടുപോയി. എന്നിൽ വലിയ പ്രത്യാശ വന്നു നിറഞ്ഞു. ജീവിക്കാനുള്ള ആഗ്രഹം എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. സ്നേഹമുള്ളവരെ, വിശുദ്ധ കുരിശിൻ്റെ അടയാളത്തിൽ പ്രാർത്ഥിക്കുമ്പോഴും വിശുദ്ധ കുരിശിലേക്ക് നോക്കുമ്പോഴും നമ്മളിൽ വലിയ പ്രത്യാശ വന്നു നിറയും. എത്ര മാരകമായ രോഗത്തിലൂടെ കടന്നു പോകുമ്പോഴും, എത്ര വലിയ തകർച്ചയിലൂടെ കടന്നു പോകുമ്പോഴും പ്രത്യാശ വന്നു നിറയും. ഞാൻ ഓർക്കുകയാണ്, ഒരു ദിവസം ക്യാൻസർ ബാധിച്ച് മാരകമായ രോഗത്താൽ പീഡിപ്പിക്കപ്പെടുന്ന ഒരു സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അവരുടെ വീട്ടുകാർ കൊണ്ടുപോയി. അപ്പോൾ അവരുടെ വീട്ടുകാർ എൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛൻ വീട്ടിൽ വന്നിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം, കാരണം വളരെയധികം ദുർഗന്ധം വമിക്കുന്നു. അത്രയുമായി ക്യാൻസർ ഒത്തിരിയേറെ വർദ്ധിച്ചു, വളരെയധികം ദുർഗന്ധം വമിക്കുന്നു, ഇനി മരുന്നൊന്നും കൊടുക്കാനില്ല, മോർഫിൻ മാത്രമാണ് കൊടുക്കുന്നത്. ഞാൻ അവരുടെ വീട്ടിലേക്ക് പോയി. സ്നേഹമുള്ളവരെ, ഞാൻ അവരുടെ വീടിൻ്റെ പുറത്ത് കുറച്ച് നേരം കാത്തു നിന്നു. കാരണം അവർ ദുർഗന്ധമൊന്നും ഉണ്ടാകാതിരിക്കാൻ പെർഫ്യൂമൊക്കെ അടിച്ച് പിന്നെ നന്നായിട്ട് ആ സഹോദരിയെ ഒക്കെ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് പ്രാർത്ഥിക്കാൻ എന്നെ കൊണ്ടുപോയി. ഒരു എല്ലും തോലുമായി കിടക്കുന്ന ഒരു സഹോദരിയുടെ രൂപം. ഞാൻ ആ സഹോദരി അടുത്ത് ചെന്നു. ആ സഹോദരി നല്ലൊരു അമ്മച്ചിയാണ്. ആ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അടുത്ത് നിന്ന് ആ സഹോദരിയുടെ ശിരസിൽ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം ഇതായിരുന്നു: ആ അമ്മച്ചി ഇങ്ങനെ വളഞ്ഞ് കുനിഞ്ഞാണ് കിടക്കുന്നത്. ആ വളഞ്ഞു കുനിഞ്ഞ് കിടക്കുമ്പോഴും അവരുടെ വലത് കൈയിൽ അവർ ഒരു കുരിശിത രൂപം ഇങ്ങനെ മുറുകെ പിടിച്ചിട്ടാണ് കിടക്കുന്നത്. അവരുടെ വലത് കൈയിൽ ഒരു ക്രൂശിത രൂപം, ഒരു ചെറിയ ക്രൂശിത രൂപം ഇങ്ങനെ കുരിശ് ഇങ്ങനെ മുറുകെ പിടിച്ചിട്ടാണ് കിടക്കുന്നത്. സ്നേഹമുള്ളവരെ, എനിക്ക് മനസ്സിലായി, ആ മരണത്തിൻ്റെ മുമ്പിലും കഠിനമായ രോഗത്തിലും ശരീരത്തിൽ നിന്ന് ദുർഗന്ധം വരുമ്പോഴും ആ സഹോദരിക്ക്, ആ അമ്മച്ചിക്ക് വലിയൊരു പ്രത്യാശയുണ്ടായിരുന്നു. ഈ കുരിശിൽ മുറുകെ പിടിച്ചാൽ ജീവിതത്തിൽ രക്ഷയുണ്ടെന്നും ഈ ജീവിതത്തിന് ശേഷവും നിത്യജീവൻ ലഭിക്കുമെന്നും തന്നെ ഈ കുരിശ് കൈവിടില്ല എന്നും ആ അമ്മച്ചിക്ക് ബോധ്യമുണ്ടായിരുന്നു. 1-2 ദിവസത്തിനുള്ളിൽ ആ അമ്മച്ചിക്ക് നൽമരണം ലഭിച്ചുവെന്ന് അവരുടെ വീട്ടുകാർ അറിയിച്ചു. അപ്പോൾ സ്നേഹമുള്ളവരെ, ജീവിതത്തിൽ ഏത് പ്രതിസന്ധിയിലൂടെ പോകുന്നവരുമാകട്ടെ, അത് രോഗമാകട്ടെ, തകർച്ചയാകട്ടെ, എന്ത് പ്രതിസന്ധിയുമാകട്ടെ, നിരാശയിലൂടെയും സങ്കടങ്ങളിലേക്കും പോകുന്നവർക്ക് കുരിശടയാളം വലിയ പ്രത്യാശയാണ്, പ്രത്യാശയുടെ ചിഹ്നമാണ്, പ്രത്യാശയുടെ അടയാളമാണ്. നമ്മളിലുള്ള എല്ലാ നിരാശയും എടുത്തു മാറ്റും. ഇന്ന് വിശുദ്ധ കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസം ഈ ലോകത്തിൽ ഒത്തിരിയേറെ ആളുകൾ നിരാശയിലും, കടുത്ത നിരാശയിലും, മദ്യത്തിനും മയക്കുമരുന്നിനും ലഹരി വസ്തുക്കളിലുമൊക്കെ അടിമപ്പെട്ട് ജീവിതം നഷ്ടപ്പെട്ട് ഒത്തിരിയേറെ ആളുകൾ കടുത്ത നിരാശയിൽ കഴിയുന്നുണ്ട്. നമ്മളെ കർദിനാൾ വാൻതാൻ ഓർമ്മിപ്പിക്കുകയാണ്, ഏത് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും കുരിശിലേക്ക് നോക്കുക. നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ക്രൂശിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടും, കുരിശിൽ നിന്ന് നമുക്ക് കിട്ടും. ഈ ഒരു ബോധ്യം നമ്മളിൽ ഈ തിരുനാൾ ദിവസം നിറയട്ടെ. വിശുദ്ധ കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാൾ ദിവസം അനേകർക്ക് വിശുദ്ധ കുരിശിലൂടെയുള്ള രക്ഷയും, വിശുദ്ധ കുരിശിലൂടെയുള്ള സൗഖ്യവും, വിശുദ്ധ കുരിശിലൂടെയുള്ള വിടുതലും, വിശുദ്ധ കുരിശിലൂടെയുള്ള വിശുദ്ധിയിൽ മുന്നേറാനുള്ള കൃപയും, വിശുദ്ധ കുരിശിലൂടെയുള്ള പ്രത്യാശയും ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കെല്ലാവർക്കും വിശുദ്ധ കുരിശ് നമ്മുടെ കരങ്ങളിലെടുത്ത് പിടിക്കാം. വിശുദ്ധ കുരിശിനോട് നമുക്ക് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ എന്നിൽ പ്രത്യാശ നിറയ്ക്കണമേ. വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ എന്നിൽ പ്രത്യാശ നിറയ്ക്കണമേ. വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ എന്നിൽ പ്രത്യാശ നിറയ്ക്കണമേ.
ഈശോയിൽ സ്നേഹമുള്ളവരെ, ഈ വിശുദ്ധ കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാൾ ദിവസം നമ്മളിലെല്ലാവരിലേക്കും വിശുദ്ധ കുരിശിൻ്റെ രക്ഷയും സൗഖ്യവും വിടുതലും അഭിഷേകവും കൃപയും നിറഞ്ഞു വരാൻ നമുക്ക് പ്രാർത്ഥിക്കാം. തുടർന്നു വരുന്ന ആരാധനയിൽ തീർച്ചയായിട്ടും ഈ തിരുനാൾ ദിവസം വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും വിടുതലും ഈശോ നമുക്ക് നൽകുക തന്നെ ചെയ്യും. വിശ്വാസത്തോടെ, ഭക്തിയോടെ, ഒരുക്കത്തോടുകൂടെ ഈ ആരാധനയിൽ നമുക്ക് പങ്കെടുക്കാം. അതിനു മുമ്പായി വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ നമുക്ക് നമ്മെ തന്നെ ഒരിക്കൽ കൂടെ വിശുദ്ധീകരിച്ച് പ്രാർത്ഥിക്കാം. വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക ഞങ്ങളുടെ തമ്പുരാനെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സന്നിധി അല്പനേരം ജീവിപ്പതോ മഹാഭാഗ്യമേ. അന്യഗ്രഹത്തിലോരായിരം നാൾ വാഴ്വതേക്കാളെത്ര മോഹനം. ആരാധന ആരാധന യേശുവേ ആരാധന. ആരാധന ആരാധന യേശുവേ ആരാധന. ആരാധന ആരാധന യേശുവേ ആരാധന. ആരാധന ആരാധന യേശുവേ ആരാധന. ആരാധന ആരാധന സ്നേഹമേ ആരാധന. ആരാധന ആരാധന രക്ഷയെ ആരാധന. ആരാധന ആരാധന സൗഖ്യമേ ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയിൽ സ്നേഹമുള്ളവരെ, ദിവ്യകാരുണ്യ ഈശോയുടെ സജീവമായ സാന്നിധ്യം നമുക്കനുഭവിക്കാം. സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം, ജീവനുള്ള അപ്പമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഈ അപ്പം സാധാരണ അപ്പമല്ല, നമ്മെ കാണുവാൻ കണ്ണുകളുള്ള അപ്പമാണ്. ഈ അപ്പം സാധാരണ അപ്പമല്ല, നമ്മെ കേൾക്കുവാൻ കാതുകളുള്ള അപ്പമാണ്. നമ്മുടെ ഹൃദയ വികാര വിചാരങ്ങൾ അറിയുവാൻ ഹൃദയമുള്ള അപ്പമാണ്. നമ്മുടെ കണ്ണീർ തുടയ്ക്കാൻ കൈകളുള്ള അപ്പമാണ്. നമ്മുടെ അരികിലേക്ക് നടന്നു വരാൻ, നമ്മുടെ കുടുംബത്തിലേക്ക് കടന്നു വരാൻ കാലുകളുള്ള അപ്പമാണ്. ജീവിക്കുന്ന അപ്പമാണ്. ജീവിക്കുന്ന അപ്പത്തിൻ്റെ മുമ്പിൽ നമ്മളായിരിക്കുമ്പോൾ ഈശോയെ ജീവൻ നൽകാനും അത് സമൃദ്ധമായി നൽകാനും കടന്നു വന്ന യേശുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ജീവൻ്റെ സമൃദ്ധിക്ക് തടസ്സമായി നിൽക്കുന്ന എല്ലാ മേഖലകളിലേക്കും ഈ ദിവ്യകാരുണ്യത്തിൽ നിന്ന് ശക്തിയും ചൈതന്യവും അഭിഷേകവും ഒഴുക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹമുള്ളവരെ, വിശുദ്ധ കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാൾ ഇന്ന് നമ്മൾ ആഘോഷിക്കുകയാണ്.
ഈ തിരുനാളിനൊരുക്കമായാണ് വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ എന്ന 5 ദിവസത്തെ ധ്യാനം ശാലോം TV നമുക്കായി ഒരുക്കിയത്. ഈ ദിവസങ്ങളിൽ വളരെയധികം അനുഗ്രഹങ്ങൾ നമ്മുടെ കുടുംബത്തിലേക്കും വ്യക്തിപരമായ ജീവിതത്തിലേക്കും കടന്നു വന്നു. അത്ഭുതകരമായ വിടുതൽ പല മേഖലകളിലും വ്യക്തിപരമായ ജീവിതത്തിലും കുടുംബത്തിലും കടന്നു വന്നു. കാരണം വിശുദ്ധ കുരിശിൻ്റെ ശക്തിയിലും വിശുദ്ധ കുരിശിൻ്റെ അടയാളത്തിലും വിശ്വസിക്കുന്നവർക്ക് അത്ഭുതങ്ങൾ ഉറപ്പാണ്, അടയാളങ്ങൾ ഉറപ്പാണ്. കാരണം ക്രൈസ്തവരുടെ രക്ഷയുടെ അടയാളമായ ഈ കുരിശിലാണ് നമ്മുടെ രക്ഷകനായ യേശു തൻ്റെ ജീവൻ സമർപ്പിച്ച് പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്നും മനുഷ്യവർഗത്തെ മോചിപ്പിച്ചതും രക്ഷിച്ചതും. അവനിൽ വിശ്വസിക്കുന്ന ഒരുവൻ പോലും നശിച്ചു പോകാതിരിക്കുവാൻ വേണ്ടി തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം ഈ ലോകത്തെ അത്രയധികമായി സ്നേഹിച്ചു. ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴമാണ് വിശുദ്ധ കുരിശിൽ നമ്മൾ കാണുന്നത്. ആ വിശുദ്ധ കുരിശിൽ രക്ഷയുണ്ട്, സൗഖ്യമുണ്ട്, അഭിഷേകമുണ്ട്, വിടുതലുണ്ട്. വിശുദ്ധ കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാൾ ആഘോഷിക്കുന്ന ഈ ദിവസം സ്വർഗം സന്തോഷിക്കുന്ന ദിവസമാണ്. ഈശോ അനുഗ്രഹിക്കുന്ന ദിവസമാണ്. ഈശോ വിശുദ്ധ കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാൾ ദിവസം നമ്മുടെ ജീവിതത്തിലേക്കും കുടുംബങ്ങളിലേക്കും ദൈവാനുഗ്രഹങ്ങൾ സമൃദ്ധമായി ചൊരിയുന്ന ദിവസമാണ്. ഇന്ന് വിശുദ്ധ കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാൾ ദിവസമാണ്. സ്നേഹമുള്ളവരെ, ആ വിശുദ്ധ കുരിശിൻ്റെ ശക്തിയെക്കുറിച്ചും വിശുദ്ധ കുരിശിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഈ ദിവസങ്ങളിൽ നമ്മൾ ധ്യാനിക്കുകയും ആരാധിക്കുകയും ചെയ്തു. വിശുദ്ധ കുരിശിലൂടെയാണ് രക്ഷ, കുരിശിലാണ് രക്ഷ, കുരിശാണ് രക്ഷ, കുരിശാണ് വിജയം നൽകുന്നത്. നമ്മൾ ധ്യാനിക്കുകയും വലിയ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരികയും ചെയ്തു. വീണ്ടും സ്നേഹമുള്ളവരെ, വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ രോഗസൗഖ്യം ഉണ്ടാകും, രോഗങ്ങൾ വിട്ടുപോകും. അതേക്കുറിച്ച് നമ്മൾ ധ്യാനിച്ചു, ആരാധിച്ചു. വളരെയധികം സൗഖ്യങ്ങൾ നമ്മൾ സ്വന്തമാക്കി. വിശുദ്ധ കുരിശിൻ്റെ അടയാളത്തിൽ പൈശാചിക ശക്തികൾ ഓടിപ്പോകും. വിശുദ്ധ കുരിശ് പൈശാചിക ശക്തികൾക്ക് ഭയമാണ്. ശക്തമായ വിടുതലും അഭിഷേകവും നമുക്ക് ലഭിച്ചു. വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ വിശുദ്ധിയിൽ മുന്നേറാൻ നമുക്ക് സാധിക്കും. അശുദ്ധിയെല്ലാം ചാരമാക്കി തിളങ്ങുന്ന മുത്തുകളാക്കി നമ്മളെ മാറ്റാൻ വിശുദ്ധ കുരിശിൻ്റെ അടയാളത്തിൽ സാധിക്കുമെന്ന് നമ്മൾ കണ്ടു. ഈശോയെ നമ്മൾ ആരാധിച്ചു. ഇന്ന് ഈ വിശുദ്ധ കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാൾ ദിവസം 5-ാം ദിവസം നമ്മൾ ധ്യാനിച്ചത് വിശുദ്ധ കുരിശ് പ്രത്യാശയുടെ അടയാളമാണ്. വിശുദ്ധ കുരിശ് ദുഃഖത്തിൻ്റെയോ ഭയത്തിൻ്റെയോ നിരാശയുടെയോ സങ്കടത്തിൻ്റെയോ അടയാളമല്ല. വിശുദ്ധ കുരിശ് പ്രത്യാശയുടെ അടയാളമാണ്. വിശുദ്ധ കുരിശിലേക്ക് നോക്കുന്നവരിൽ പ്രത്യാശ നിറയുന്നു. ക്രൂശിതനിലേക്ക് നോക്കുന്നവരിൽ പ്രത്യാശ നിറയുന്നു. ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ വിശുദ്ധ കുരിശിൽ മുറുകെ പിടിക്കുന്നവർക്ക് കുരിശിൻ്റെ ശക്തി ലഭിക്കുന്നു. വിശുദ്ധ കുരിശ് പ്രത്യാശയുടെ അടയാളമാണ്. സ്നേഹമുള്ളവരെ, കർത്താവിൻ്റെ തിരുവചനത്തിൽ കൊളോസ്യോസുകാർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 20-ാം തിരുവചനത്തിൽ നമ്മൾ വായിച്ചു, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ വസ്തുക്കളെയും അവനിലൂടെ അവിടുന്ന് തന്നോട് അനുരഞ്ജിപ്പിക്കുകയും അവൻ കുരിശിൽ ചിന്തിയ രക്തം വഴി സമാധാനം സ്ഥാപിക്കുകയും ചെയ്തു. കുരിശിലെ മരണം വഴി ദൈവത്തോടും സമാധാനം, മനുഷ്യരോടും സമാധാനം. അതെ, എല്ലാം അനുരഞ്ജിപ്പിച്ചു ഈശോ. അത് നമുക്ക് വലിയ പ്രത്യാശയാണ്. സ്നേഹമുള്ളവരെ, കർത്താവിൻ്റെ കുരിശിൻ്റെ മുദ്ര നമ്മുടെ ജീവിതത്തിൽ പതിയട്ടെ. കർത്താവിൻ്റെ കുരിശിൻ്റെ ശക്തി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരട്ടെ. നമ്മൾ ധ്യാനിച്ചു, വചനധ്യാന സമയത്ത് കാർഡിനൽ വാൻത്വാനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു.
അദ്ദേഹത്തിൻ്റെ മനോഹരമായ വാക്കുകൾ, കുരിശിലേക്ക് നോക്കൂ, നിങ്ങളെ അലട്ടുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും നിങ്ങൾ പരിഹാരം കണ്ടെത്തും. കുരിശിലേക്ക് നോക്കൂ, നിങ്ങളെ അലട്ടുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും നിങ്ങൾ പരിഹാരം കണ്ടെത്തും. സ്നേഹമുള്ളവരെ, മതസ്വാതന്ത്ര്യമില്ലായിരുന്ന വിയറ്റ്നാമിൽ അന്ന് യേശുവിൻ്റെ സുവിശേഷത്തിന് വേണ്ടി പ്രവർത്തിച്ചതുകൊണ്ടും സുവിശേഷത്തിൻ്റെ പ്രചാരകനായതുകൊണ്ടും 13 കൊല്ലത്തോളം ജയിലിൽ കിടക്കേണ്ടി വന്ന ഈ കാർഡിനൽ വാൻതാൻ പലവിധത്തിലുള്ള സംഘടനകളിലൂടെയും ആത്മാവിൻ്റെ സംഘർഷങ്ങളിലൂടെയും മാനസികമായ സംഘർഷങ്ങളിലൂടെ കടന്നുപോയപ്പോൾ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ അദ്ദേഹം എഴുതിയിരിക്കുകയാണ്, അദ്ദേഹം ഒരിക്കൽ ജോലി ചെയ്തപ്പോൾ മരം വെട്ടിക്കൊണ്ടിരുന്ന സമയത്ത് ആ മരത്തിൽ നിന്ന് കുരിശടയാളം പോലെ ഒരു മരക്കഷ്ണം വെട്ടിയെടുത്ത് പിന്നെ എങ്ങനെയോ സംഘടിപ്പിച്ച വയറിനുള്ളിലെ ചെമ്പുകമ്പികൾ വട്ടത്തിൽ ചവണ ഉപയോഗിച്ച് വട്ടി ഉണ്ടാക്കി അതിനുശേഷം അതിൽ കോർത്ത് അദ്ദേഹം കഴുത്തിലണിഞ്ഞ കുരിശ് അദ്ദേഹത്തിൻ്റെ ജയിൽവാസത്തിലെ പ്രതിസന്ധികളിലും ദുഃഖങ്ങളിലും കഠിനമായിട്ടുള്ള എല്ലാ പീഡനങ്ങളിലും അദ്ദേഹത്തിന് പ്രത്യാശ കൊടുക്കുന്നതായിരുന്നു. അതെ, ഈ ഭൂമിയിൽ ഒന്നിനും, ഒരു തകർച്ചയ്ക്കും ഒരു പീഡനത്തിനും ഒറ്റപ്പെടുത്തലിനും അദ്ദേഹത്തെ തളർത്താൻ കഴിഞ്ഞില്ല. അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ കിടന്ന കുരിശ് അദ്ദേഹത്തിന് പ്രത്യാശ നൽകി. അതേ സ്നേഹമുള്ളവർ, കുരിശ് പ്രത്യാശയുടെ അടയാളമാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയ്ക്ക് ധ്യാന ചിന്തകൾ ജൂബിലി വർഷം 2000 ആണ്ട് ജൂബിലി വർഷത്തിൽ ഈ വാൻത്വാൻ പിതാവ് നൽകിയപ്പോൾ അത് വളരെ കൃത്യമായിട്ട് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയ്ക്ക് അനുഭവപ്പെട്ടു. അത് പിന്നീട് ഒരു പുസ്തക രൂപത്തിൽ ഇറങ്ങിയതാണ്, പ്രത്യാശയുടെ സാക്ഷ്യമെന്ന മനോഹരമായ പുസ്തകം. അതേ സ്നേഹമുള്ളവരെ, വിശുദ്ധ കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാൾ ആഘോഷിക്കുന്ന ഈ ദിവസം വിശുദ്ധ കുരിശിൻ്റെ ശക്തി അറിഞ്ഞവരെല്ലാം വിശുദ്ധ കുരിശിനെ സ്നേഹിക്കുന്നു. അതല്ലേ ലോക ചരിത്രത്തിൽ വലിയ മാറ്റം സംഭവിച്ചത്. അതുവരെ ദൈവത്തിലോ ആത്മീയ കാര്യങ്ങളിലോ ഒന്നും വലിയ വിശ്വാസമില്ലാതിരുന്ന കോൺസ്റ്റന്റൈൻ ചക്രവർത്തിക്ക് കിട്ടിയ സ്വപ്നം, കുരിശിന്റെ അടയാളം നീ പതാകയിൽ പതിച്ചു പോവുക, ഈ ചിഹ്നം നീ പതിച്ച് യുദ്ധത്തിന് പോയാൽ നീ വിജയം വരിക്കും. അദ്ദേഹം അപ്രകാരം ചെയ്തു. കുരിശടയാളത്തിൽ യുദ്ധത്തിന് പോയി യുദ്ധം ജയിച്ചു. സ്നേഹമുള്ളവരെ, ലോകമെമ്പാടും മാറ്റിമറിച്ചൊരു സംഭവം. അന്നു മുതൽ ക്രൈസ്തവർ കൂടുതൽ സ്വാതന്ത്ര്യത്തിലേക്കും മതസ്വാതന്ത്ര്യത്തിലേക്കും കടന്നു വന്നു. അത് കുരിശിന്റെ അടയാളത്തിന്റെ ശക്തി അദ്ദേഹം തൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, ജീവിക്കുന്ന ദൈവമാണ് ഈ കുരിശിന് പിന്നിലുള്ളത്. ഈ കുരിശിൽ മരിച്ചത് ജീവിക്കുന്ന ദൈവമാണ്, ഇന്നും ജീവിക്കുന്നവനാണ്, ഇന്നും പ്രവർത്തിക്കുന്നവനാണ്, ഇന്നും സുഖപ്പെടുത്തുന്നവനാണ്, ഇന്നും വിജയം നൽകുന്നവനാണെന്ന് കോൺസ്റ്റന്റൈൻ ചക്രവർത്തി തിരിച്ചറിഞ്ഞു. അദ്ദേഹത്തിൻ്റെ അമ്മ 80 വയസ്സ് പ്രായമുള്ളപ്പോഴാണ് വിശുദ്ധ കുരിശിന്റെ ശക്തിയെക്കുറിച്ച് വ്യക്തമായി അറിയാമായിരുന്ന ഹെലന രാജ്ഞി ആ കുരിശ് കണ്ടുപിടിക്കാൻ ഇറങ്ങിയത്. സ്നേഹമുള്ളവരെ, യേശുവിനെ കുരിശിൽ തറച്ചെടുത്ത യേശുവിൻ്റെ കുരിശോടൊപ്പം മറ്റു 2 കുരിശുകളും ഉണ്ടായിരുന്നു. യേശുവിൻ്റെ കുരിശ് കണ്ടെത്തിയത് എങ്ങനെയാണ്? മരിച്ച ഒരു വ്യക്തിയെ ഈ കുരിശിൽ തൊടുവിച്ചപ്പോൾ ആ വ്യക്തിക്ക് ജീവനുണ്ടായി. അതാണ് വിശുദ്ധ കുരിശിന്റെ ശക്തി. വിശുദ്ധ കുരിശിന്റെ ശക്തി വിശുദ്ധ കുരിശിൽ തൊടുന്നവരും വിശുദ്ധ കുരിശിനാൽ ആശീർവദിക്കപ്പെടുന്നവരും വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ പ്രാർത്ഥിക്കുന്നവരും സൗഖ്യമുള്ളവരായി മാറുന്നു, ജീവനുള്ളവരായി മാറുന്നു, വിടുതൽ ലഭിക്കുന്നവരായി മാറുന്നു. നമ്മൾ കടന്നു പോകുന്ന പ്രതിസന്ധി എത്ര വലുതുമാകട്ടെ, നമ്മളെ അലട്ടുന്ന രോഗം എത്ര വലുതുമാകട്ടെ, നമ്മളെ അലട്ടുന്ന സാമ്പത്തിക ബാധ്യത എത്ര വലുതുമാകട്ടെ, നമ്മൾ കടന്നു പോകുന്ന ദുശീലങ്ങൾ എത്ര വലുതുമാകട്ടെ, നമ്മുടെ കുടുംബത്തിലെ ഭിന്നതകൾ എത്ര വലുതുമാകട്ടെ, കുരിശിന്റെ അടയാളത്തിൽ പ്രാർത്ഥിച്ചാൽ, കുരിശിന്റെ ശക്തിയിൽ പ്രാർത്ഥിച്ചാൽ അവിടെ സൗഖ്യമുണ്ട്, അഭിഷേകമുണ്ട്, വിടുതലുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്, അനുഗ്രഹമുണ്ട്, ശക്തിയുണ്ട്. ഈ ശക്തി നമ്മുടെ ജീവിതത്തിൽ നിറയാൻ, കൃപയായി മാറാൻ, അഭിഷേകമായി മാറാൻ ഈ വിശുദ്ധ കുരിശിന്റെ പുകഴ്ചയുടെ തിരുനാൾ ദിവസം ഈ ഗാനത്തോട് ചേർന്ന് ദൈവത്തിന്റെ ശക്തി നിറയാനും, വിശുദ്ധ കുരിശിന്റെ ശക്തി നിറയാനും, വചനത്തിന്റെ ശക്തി നിറയാനും, തിരുരക്തത്തിന്റെ ശക്തി നിറയാനും
നമുക്കൊന്നു ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. കരങ്ങളടിച്ച് പാടി പ്രാർത്ഥിക്കാം. നിറയട്ടെ, ഞങ്ങൾ നിറയട്ടെ, യേശുവിൻ ശക്തിയാൽ നിറയട്ടെ. നിറയട്ടെ, ഞങ്ങൾ നിറയട്ടെ, യേശുവിൻ ആത്മാവാൽ നിറയട്ടെ. നിറയട്ടെ, ഞങ്ങൾ നിറയട്ടെ, യേശുവിൻ ശക്തിയാൽ നിറയട്ടെ. നിറയട്ടെ, ഞങ്ങൾ നിറയട്ടെ, യേശുവിൻ ശക്തിയാൽ നിറയട്ടെ. ദുഷ്ടാത്മസേനയോടെ എതിർത്തു നിൽപ്പാൻ യേശുനാമത്തിൻ ശക്തിയാൽ നിറയട്ടെ. ദുഷ്ടാത്മസേനയോടെ എതിർത്തു നിൽപ്പാൻ യേശുനാമത്തിൻ ശക്തിയാൽ നിറയട്ടെ. യേശുവേ, അങ്ങയുടെ ശക്തി കൊണ്ട് ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും നിറയ്ക്കണമേ. യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തി, യേശുവിൻ്റെ കുരിശിൻ്റെ ശക്തി ഈ സമൂഹത്തിലേക്ക് വിശുദ്ധ കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാൾ ദിവസം വ്യാപരിക്കട്ടെ. അനേകർക്ക് സൗഖ്യം, അനേകർക്ക് വിടുതൽ, അനേകർക്ക് സ്വാതന്ത്ര്യം, അഭിഷേകം, പ്രകാശം ലഭിക്കട്ടെ. പാപം നിറയും ലോകത്തിൻ ശക്തി വിശുദ്ധയ പരിചയാൽ ജയിക്കട്ടെ. ആസക്തി നിറയും ജഡത്തിൻ ശക്തിയിൽ യേശുവിൻ രക്തം നിറയട്ടെ. പാപം നിറയും ലോകത്തിൻ ശക്തിയെ വിശുദ്ധയ പരിചയാൽ ജയിക്കട്ടെ. ആസക്തി നിറയും ജഡത്തിൻ ശക്തിയിൽ യേശുവിൻ രക്തം നിറയട്ടെ. യേശുവിൻ ശക്തിയാൽ നിറയട്ടെ, യേശു രക്തത്തിൻ ശക്തിയാൽ നിറയട്ടെ. യേശുവിൻ ശക്തിയാൽ നിറയട്ടെ, യേശു രക്തത്തിൻ ശക്തിയാൽ നിറയട്ടെ. ദുഷ്ടാത്മസേനയോടെ എതിർത്തു നിൽപ്പാൻ യേശുനാമത്തിൻ ശക്തിയാൽ നിറയട്ടെ. ദുഷ്ടാത്മസേനയോടെ എതിർത്തു നിൽപ്പാൻ യേശുനാമത്തിൻ ശക്തിയാൽ നിറയട്ടെ. നിറയട്ടെ, ഞങ്ങൾ നിറയട്ടെ, യേശുവിൻ ശക്തിയാൽ നിറയട്ടെ. നിറയട്ടെ, ഞങ്ങൾ നിറയട്ടെ, വിശുദ്ധ കുരിശാൽ നിറയട്ടെ. വിശുദ്ധ കുരിശിൻ മുദ്രയാൽ ഞങ്ങളുടെ കുടുംബം നിറയട്ടെ. വിശുദ്ധ കുരിശിൻ മുദ്രയാൽ ഞങ്ങളുടെ ഭവനം നിറയട്ടെ. രോഗപീഠകൾ വിട്ടുപോകട്ടെ. കുരിശിൻ മുദ്രയാൽ പൈശാചിക പീഡകൾ വിട്ടുപോകട്ടെ. മാറിടട്ടെ. ഭിന്നതകൾ വിട്ടുപോകട്ടെ. കുരിശിൻ മുദ്രയാൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറിപ്പോകട്ടെ. മക്കളില്ലാത്ത ദമ്പതികൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ലഹരി വസ്തുക്കൾക്ക് അടിമകളായവർ മോചിതരാകട്ടെ. എല്ലാ കുട്ടികളും യുവതി യുവാക്കളും അനുഗ്രഹിക്കപ്പെടട്ടെ. ദമ്പതികൾ അനുഗ്രഹിക്കപ്പെടട്ടെ. യേശുവിന്റെ ശക്തി നിറയട്ടെ. യേശുവേ, ശക്തി നിറയട്ടെ. അഭിഷേകം നൽകട്ടെ. യേശുവേ, 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 കരങ്ങൾ ഉയർത്തി എല്ലാവരും ചേർന്ന് ശക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ശക്തി നിറയട്ടെ. കുരിശടയാളത്തിന്റെ ശക്തി, വിശുദ്ധ കുരിശിന്റെ ശക്തി നിറയട്ടെ. ജ്വലിക്കട്ടെ, ജ്വലിക്കട്ടെ, ജ്വലിക്കട്ടെ. ഭക്തി പടരട്ടെ. അഭിഷേകം നിറയട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ, കുരിശിൽ നിന്ന് പ്രകാശം ഒഴുകട്ടെ. കുരിശിൽ നിന്ന് പ്രകാശം ഒഴുകട്ടെ. ഇരുട്ട് നീങ്ങട്ടെ. അന്ധകാരം നീങ്ങട്ടെ. അന്ധകാരം നീങ്ങട്ടെ. നിരാശ മാറിപ്പോകട്ടെ. പ്രത്യാശ നിറയട്ടെ. പ്രത്യാശ നിറയട്ടെ. പ്രത്യാശ നിറയട്ടെ. പ്രത്യാശ നിറയട്ടെ. നിരാശ വിട്ടുപോകട്ടെ. യേശുവിന്റെ നാമത്തിൽ, വിശുദ്ധ കുരിശിന്റെ അടയാളത്തിൽ നിരാശ വിട്ടുപോകട്ടെ. നിരാശ വിട്ടുപോകട്ടെ. പ്രത്യാശ നിറയട്ടെ, നിറയട്ടെ, നിറയട്ടെ. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ, യേശുവേ, യേശുവേ, ആരാധന
ആരാധന ആരാധന. പ്രത്യാശയാൽ മഹത്വം 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 നിറയട്ടെ, യേശുവേ ആരാധന. മഹത്വം 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 പ്രത്യാശ മഹത്വം 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 യേശുവേ ആരാധന. മഹത്വം 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 യേശുവേ ആരാധന ആരാധന. മഹത്വം മഹത്വം മഹത്വം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എല്ലാ കുടുംബങ്ങളിലേക്കും വിശുദ്ധ കുരിശിന്റെ ശക്തി വ്യാപരിക്കട്ടെ. കുരിശടയാളത്തിന്റെ ശക്തി എല്ലാ കുടുംബങ്ങളിലേക്കും എല്ലാ മക്കളിലേക്കും ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാവരിലേക്കും എല്ലാ രോഗികളിലേക്കും തകർന്നവരിലേക്കും ദുശീലങ്ങൾക്ക് അടിമപ്പെട്ടവരിലേക്കും സോഷ്യൽ നെറ്റ്വർക്കിന് അടിമകളായവരിലേക്ക് മയക്കുമരുന്നിന് അടിമകളിലായവരിലേക്ക് യേശുവിന്റെ ശക്തി കടന്നു വരട്ടെ. യേശുവേ ഈശോയെ 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 പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയിൽ സ്നേഹമുള്ളവരെ, വിശുദ്ധ കുരിശ് പ്രത്യാശയുടെ അടയാളമാണ്. നിരാശ നിറയുമ്പോഴാണ് മനുഷ്യർ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ ആത്മഹത്യകളുടെ എണ്ണം കൂടിക്കൂടി വരികയാണ്. ഓരോ ദിവസവും പത്രവാർത്തകളും TV വാർത്തകളും ശ്രദ്ധിക്കുമ്പോൾ ആത്മഹത്യകളെക്കുറിച്ച് നമ്മൾ വായിക്കുന്നു. നിരാശയുടെ ആത്മാവ് ഈ ലോകത്തെ സ്വാധീനിക്കുന്നു. സ്നേഹമുള്ളവരെ, അവിടെയാണ് പ്രത്യാശയുടെ ആത്മാവ് കടന്നു വരേണ്ടത്. അതേ സ്നേഹമുള്ളവരെ, തിന്മയുടെ ആത്മാക്കൾ ലോകത്തിൻ്റെ അരൂപി ആത്മഹത്യ ചിന്ത നൽകുമ്പോൾ ദൈവത്തിൻ്റെ ശക്തി, കുരിശിൻ്റെ ശക്തി, കുരിശിൻ്റെ അടയാളം നമുക്ക് പ്രത്യാശ തരുന്നു. ഈ ഭൂമിയിൽ ആരെങ്കിലുമൊക്കെ ജീവിതത്തിൻ്റെ പരുപരുത്ത യാഥാർത്ഥ്യങ്ങളിൽപ്പെട്ട് നിരാശയ്ക്കടിമപ്പെട്ട് സങ്കടങ്ങൾക്കടിമപ്പെട്ട് പ്രത്യാശ നഷ്ടപ്പെട്ട് മരണത്തെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മരണത്തിൻ്റെ ആത്മാവ് ലോകത്തിൻ്റെ ആത്മാവാണ്. മരണത്തിൻ്റെ ആത്മാവ് തിന്മയുടെ ആത്മാവാണ്. അവിടെ ജീവന്റെ ആത്മാവായി പരിശുദ്ധാത്മാവിനെ യേശുവിൻ്റെ കുരിശിലേക്ക് നോക്കുന്നവർക്ക്, യേശുവിൻ്റെ കുരിശിൽ അഭയം തേടുന്നവർക്ക് ലഭിക്കുന്നു. കുരിശിലേക്ക് നോക്കുമ്പോൾ ഏത് പീഡകളിലൂടെയും കടന്നു പോകുന്നവർക്ക് പ്രത്യാശയാണ് ലഭിക്കുന്നത്. സ്നേഹമുള്ളവരെ, അതെ, ഏത് പീഡകളിലൂടെ കടന്നു പോകുമ്പോഴും ഏത് പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോഴും പരിഹാസങ്ങളുടെ ഇടയിലൂടെ കടന്നു പോകുമ്പോഴും ഒറ്റപ്പെടുമ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുമ്പോഴും ഒരിടത്തേക്കും മദ്യത്തിലേക്കോ മയക്കുമരുന്നിലേക്കോ ലഹരി വസ്തുക്കളിലേക്കൊന്നുമല്ല പോകേണ്ടത്. അവയ്ക്കൊന്നിനും നമുക്ക് പ്രത്യാശ തരാൻ സാധിക്കുകയില്ല. മദ്യത്തിനോ മയക്കുമരുന്നിനോ ജഡിക സുഖങ്ങൾക്കോ ലോകത്തിൻ്റെ സുഖങ്ങൾക്കോ നമുക്ക് പ്രത്യാശ തരാൻ സാധിക്കുകയില്ല. എന്നാൽ കുരിശിൽ കിടന്ന് പിടഞ്ഞ് മരിച്ചവന്റെ കുരിശിലേക്ക് നോക്കിയാൽ പ്രത്യാശ ലഭിക്കും, ആശ്വാസം ലഭിക്കും, സൗഖ്യം ലഭിക്കും. അതാണ് വിശുദ്ധ കുരിശിന്റെ പുകഴ്ചയുടെ തിരുനാൾ ദിവസം കുരിശിൽ കിടന്ന് മരിച്ച ഈശോ നമുക്ക് പറഞ്ഞു തരുന്നത്. സ്നേഹമുള്ളവരെ, നമ്മുടെ എല്ലാ ദുഃഖങ്ങളും, നമ്മുടെ എല്ലാ വേദനകളും, നമ്മുടെ എല്ലാ തകർച്ചകളും, നമ്മുടെ എല്ലാ നൊമ്പരങ്ങളും, നിരാശപ്പെടുത്തുന്ന എല്ലാം നമുക്ക് ഈശോയ്ക്ക് സമർപ്പിക്കാം. സ്നേഹമുള്ളവരെ, ഏത് കഠിനമായ രോഗത്തിലാകട്ടെ, ഏത് വലിയ പ്രതിസന്ധിയിലാകട്ടെ, കുരിശിലേക്ക് നോക്കുന്നവർക്ക്, കുരിശിൽ ആശ്രയിക്കുന്നവർക്ക്, കുരിശടയാളം വരച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് പ്രത്യാശയുണ്ട്. അതാണ് തിരുവചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്, തിരുസഭയിലെ വിശുദ്ധർ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്, ആദിമ ക്രൈസ്തവർ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ഈ വിശുദ്ധ കുരിശിലേക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ ദുഃഖങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും തകർച്ചകളും ആരോടും പറയാനാകാത്ത സങ്കടങ്ങളും നമുക്ക് സമർപ്പിക്കാം. ഈശോ നമ്മളെ സുഖപ്പെടുത്തും. സ്നേഹമുള്ളവരെ, സാധിക്കുന്നവരൊക്കെ ഈ വിശുദ്ധ കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാൾ ദിവസം, ഈ സമാപന ദിവസം ഈ കുരിശിലേക്ക്, ഈ കുരിശ് രൂപത്തിലേക്ക് സാധിക്കുന്നവരൊക്കെ മുട്ടിന്മേൽ നിന്ന്, കുടുംബങ്ങളിലായിരിക്കുന്നവരൊക്കെ സാധിക്കുന്നവർ മുട്ടിന്മേൽ നിന്ന് നിങ്ങളുടെ കരങ്ങൾ ഈ ക്രൂശിലേക്ക് നീട്ടുക. സ്നേഹമുള്ളവരെ, നിങ്ങൾ കടന്നു പോകുന്ന ജീവിതാനുഭവം എത്ര നിരാശ ജനിപ്പിക്കുന്നതാണെങ്കിലും, എത്ര തകർച്ചയുടെ അനുഭവമാണെങ്കിലും, എത്ര പ്രതിസന്ധിയുടെ അനുഭവമാണെങ്കിലും ഈ കുരിശിലേക്ക് നോക്കുക. ഇവിടെ പ്രത്യാശയുണ്ട്. ഈ ക്രൂശ് നമുക്ക് പ്രത്യാശ തരും. നമുക്ക് കരങ്ങൾ നീട്ടി
നമ്മുടെ എല്ലാ നിയോഗങ്ങളും സമർപ്പിച്ച് അനുഗ്രഹത്തിനായി കുടുംബത്തെ സമർപ്പിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, കർത്താവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തി, ശക്തി, വിശുദ്ധ കുരിശിന്റെ ശക്തി, വിശുദ്ധ കുരിശിന്റെ ശക്തി കടന്നു വരട്ടെ. വിശുദ്ധ കുരിശിന്റെ ശക്തി നിറയട്ടെ. അഭിഷേകം ജ്വലിക്കട്ടെ, ജ്വലിക്കട്ടെ, ജ്വലിക്കട്ടെ. ശക്തമായ സൗഖ്യം, ശക്തമായ വിടുതൽ, ശക്തമായ അഭിഷേകം, ശക്തമായ കൃപ നിറയട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 ക്രൂശിനോടാണെനിക്കിഷ്ടം, ക്രൂശിതനോടെന്റെ പ്രണയം, കുരിശിനോടാണെനിക്കിഷ്ടം, ക്രൂശിതനോടെന്റെ പ്രണയം, വൻ ക്ലേശങ്ങളിൽ രോഗപീഡകളിൽ പ്രിയരെല്ലാം എന്നെ പിനിഞ്ഞുര നാളിലും ക്രൂശിതൻ മാത്രമൻ കൂടെ നിന്നു. കുരിശിനോടാണെനിക്കിഷ്ടം, ക്രൂശിതനോടെന്റെ പ്രണയം. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഈ വിശുദ്ധ കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാൾ ദിവസം 5 ദിവസത്തെ ധ്യാനത്തിലൂടെ വളരെയധികം അനുഗ്രഹങ്ങളും അഭിഷേകവും നമുക്ക് ലഭിച്ചു. ഈ ധ്യാനം ഒരുക്കിയ ശാലോം ടിവിയെ ഓർത്ത് ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ശാലോം കുടുംബത്തെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ 5 ദിവസങ്ങളിൽ നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങളും സൗഖ്യങ്ങളും അഭിഷേകവും ശാലോം ടിവിയുടെ ഓഫീസിലേക്ക് നമുക്ക് വിളിച്ചറിയിക്കാം. ക്രിസ്തുവിൻ്റെ കുരിശിൻ്റെ ശക്തിക്ക് സാക്ഷികളായി നമുക്ക് മാറാം. ഒരിക്കൽ കൂടെ വിശുദ്ധ കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാളിൻ്റെ എല്ലാ ആശംസകളും അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് നേരുന്നു. നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുവാനായി പ്രാർത്ഥിച്ചൊരുങ്ങാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്നത്തെ പ്രാർത്ഥന. വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ എന്നിൽ പ്രത്യാശ നിറയ്ക്കണമേ.